ആസാം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, പുതുച്ചേരി 4 സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശം. ഈ 4 വലിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും ഏപ്രിൽ 1 വാരം മുതൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്. കോൺഗ്രസും ബി.ജെ.പിയും ഒരേപോലെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിന്റെ കെടുതികൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണായുധമാക്കി മാറ്റുമ്പോൾ ബി.ജെ.പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ആസാമിലും അതോടൊപ്പം തന്നെ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ബി.ജെ.പിയുടെ ചിറയറിയുക എന്ന ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിലും മറ്റിടങ്ങളിൽ കോൺഗ്രസ് തനിച്ചും ബി.ജെ.പിയെ നേർക്കുനേർ വെല്ലുവിളിക്കുമ്പോൾ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്താണ്? നരേന്ദ്രമോദിക്കും ബി.ജെ.പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നിൽ അടിപത്രമോ? വിശദമായി പരിശോധിക്കാം. സൗപർണിക PS ആണ് കൂടിയുള്ളത്. അതായത് 5 സംസ്ഥാനങ്ങൾ, 4 സംസ്ഥാനങ്ങൾ ഒരു കേന്ദ്രഭരണ പ്രദേശം. അതിൽ നിലവിൽ ബി.ജെ.പി ഭരിക്കുന്ന ആസാമുണ്ട്, മമതാ ബാനർജി ഭരിക്കുന്ന പശ്ചിമ ബംഗാളുണ്ട്, DMK കോൺഗ്രസ് സഖ്യം ഭരിക്കുന്ന തമിഴ്നാടുണ്ട്, CPIM ഭരിക്കുന്ന കേരളമുണ്ട്, NR കോൺഗ്രസ് ഭരിക്കുന്ന പുതുച്ചേരി. 5ഇടത്തും കോൺഗ്രസിന് ഭരണമില്ലാത്ത സാഹചര്യം. പക്ഷേ ആസാം ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടക്കൊത്തളമായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആസാമിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അവിടെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ അതികായകനായിരുന്ന നേതാവ് തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ പദയാത്രകൾ നടക്കുമ്പോൾ ആ പദയാത്രകൾക്ക് നേരെ പോലീസിന്റെ ലാത്തിച്ചാർജ് നടക്കുകയാണ്. അത് മാത്രമല്ല, ആസാമിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എക്സിൽ പങ്കുവച്ചു. അദ്ദേഹം തോക്ക് കാഞ്ചി വലിക്കുന്നു. ഒരു മുസ്ലിം മതവിശ്വാസിയായ ഒരു മനുഷ്യന്റെ നേരെ തോക്ക് കാഞ്ചി വലിക്കുന്ന ഒരു ദൃശ്യം എക്സിൽ പങ്കുവെച്ച ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ രാജ്യത്തെ മതേതരത്വത്തെ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിന്റെ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുമ്പോൾ അയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അയാൾക്കെതിരെ പരാതി നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആസാമിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മതേതരത്വം വീണ്ടെടുക്കാനാണ് ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ ആസാമിൽ ഉജ്ജ്വലമായ പദയാത്രയുമായി കടന്നു വരുന്നത്. മറ്റൊന്ന്, തൃണമൂൽ കോൺഗ്രസ്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത മമതാ ബാനർജി തൃണമൂലിന്റെ ഭരണം ഒരു ഏകാധിപതിയെ പോലെ കൊണ്ടുപോകുമ്പോൾ ബംഗാളിന്റെ വങ്കനാടിന്റെ മണ്ണിൽ ഇത്തവണ ഭരണത്തിലേറുക എന്നൊരു ലക്ഷ്യമാണ് ബി.ജെ.പിക്കുള്ളത്. അവിടെ ബി.ജെ.പിയെയും തൃണമൂൽ കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും ഒരേപോലെ എതിർക്കാൻ തങ്ങൾ ഇത്തവണ മുഴുവൻ സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള തന്ത്രങ്ങൾ അറിയുന്ന മമതാ ബാനർജിയുടെ എക്കാലത്തെയും വലിയ ശത്രുക്കളായ നേതാക്കന്മാർ ഇത്തവണ ബംഗാളിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നയിക്കാൻ പോവുകയാണ്. തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസ് DMK സഖ്യമാണ്. ഇപ്പുറം കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടുന്നത്. തൊട്ടപ്പുറത്ത് പുതുച്ചേരിയിൽ, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ NR കോൺഗ്രസും തമ്മിലാണ് മത്സരം. ഇവിടങ്ങളിലെല്ലാം ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ആ ബി.ജെ.പിയെ പരാജയപ്പെടുത്തുന്ന ലക്ഷ്യം കോൺഗ്രസ് മുന്നോട്ട് വെക്കുമ്പോൾ ഈ ബജറ്റ് സമ്മേളന കാലയളവിലടക്കം പാർലമെന്റിൽ കോൺഗ്രസ് ഉയർത്തിയ മുദ്രാവാക്യം, പാർലമെന്റിൽ കോൺഗ്രസ് നടത്തുന്ന പ്രക്ഷോഭം, പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണായുധമാവില്ലേ? തീർച്ചയായും തെരഞ്ഞെടുപ്പിലെ പ്രചരണായുധമാകും. ഈ 5 സ്ഥലങ്ങളിലും അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തും കോൺഗ്രസിന് ജയിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ ജയിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കുത്തക തന്നെയായിരുന്നു. അതാണ് ബി.ജെ.പി സ്വന്തമാക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയാത്ത ഒരു തെരഞ്ഞെടുപ്പ് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് മനസ്സ് വെച്ചാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. നമുക്കറിയാം, ബി.ജെ.പി സർക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബി.ജെ.പി സർക്കാർ ആകട്ടെ, അല്ലെങ്കിൽ കേന്ദ്രം ഏത് തരത്തിലും ഈ ബി.ജെ.പി അംഗീകരിക്കാത്ത ജനങ്ങളുള്ള, അല്ലെങ്കിൽ ഈ സർക്കാരിനെ അംഗീകരിക്കാത്ത, ഇപ്പൊ കേരളം എടുത്താൽ തന്നെ നമ്മൾ ഒരിക്കലും ഒരു ബി.ജെ.പി ചായവുള്ള ആളുകളല്ല കേരളത്തിന്. അല്ലെ, കേരളത്തിന്റെ മനസ്സൊരിക്കലും ബി.ജെ.പിക്ക് ഒപ്പമാണെന്ന് പറയാൻ കഴിയില്ല. നിലവിൽ ഒരു MLA പോലും ബി.ജെ.പിക്ക് കേരളത്തിലല്ലേ, MP ഉണ്ട്, അതും ഇപ്പോഴാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടതാണ് ബജറ്റിൽ പോലും വേർതിരിവ് കാട്ടിയത്. അങ്ങനെ ബി.ജെ.പി അധികാരത്തിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ബി.ജെ.പി ഇരിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ, ബി.ജെ.പിക്ക് ഭരിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുകുന്ന നിലപാട്, ബി.ജെ.പിയുടെ നിലപാട്, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന നിലപാട്, അത്തരം കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. ബീഹാറിൽ പൈസ കൊടുത്തതുപോലെ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരം പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ഷൻ ഗിമ്മിക്കുകൾ കാണിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിനെയും നേരിടാമെന്ന് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും.
BJP-യുടെ രീതികളെ എന്താണ് ജനങ്ങൾക്ക് ഭയമായി തുടങ്ങി എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ബജറ്റിൽ പോലും ഈ BJP കാണിക്കുന്ന ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ BJP ഒരു ഏകാധിപത്യ പാർട്ടി അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ഏകാധിപത്യ ഭരണമാണ് BJP മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നത്. അത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് BJP-ക്ക് വലിയ തിരിച്ചടിയാകും. തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലും മറ്റിടങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ BJP-യുടെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ ശക്തമായ പ്രചരണവുമായി മുന്നോട്ട് പോകുമെന്ന രാഹുൽ ഗാന്ധി തന്നെ പറയുന്നു. ലോക്സഭാ കക്ഷി നേതാവ്, പ്രതിപക്ഷ നേതാവ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം നടത്തുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം ഞങ്ങൾക്ക് ഊർജ്ജമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു. ബംഗാളിൽ മമതാ ബാനർജിയെ പിടിച്ചുകെട്ടാൻ കോൺഗ്രസിന് കഴിയുമോ? അതോടൊപ്പം തന്നെ ആസാമിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുമോ? കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നെല്ലാം തന്നെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉറ്റുനോക്കുന്നത്. പുതുച്ചേരി പോലെ ഒരു സംസ്ഥാനത്ത് NR കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിലേക്ക് വരാൻ കോൺഗ്രസിന് കഴിയുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. DMK സഖ്യത്തെക്കുറിച്ച് തമിഴ്നാട്ടിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഉറപ്പിച്ചു പറയാൻ കഴിയും, ആസാമിന്റെ മലമടക്കുകളിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ കാഹളം ഉയർത്തുന്ന യാത്രയാണ് ഗൗരവ് ഗൊഗോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ BJP-യെയും മമതാ ബാനർജിയെയും ഇടതു രാഷ്ട്രീയ പാർട്ടിയെയും ഒരേപോലെ ഇടതുപക്ഷത്തെയും ഒരേപോലെ ഞെട്ടിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണ കോൺഗ്രസിനുണ്ടാകും. പുതുച്ചേരിയിൽ NR കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണി അധികാരം പിടിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആരുടെ കൂടിയാണോ കോൺഗ്രസ് മത്സരിക്കുന്നത് ആ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കാത്ത തൃണമൂൽ കോൺഗ്രസിന് ഇപ്പോഴും എത്ര കാലം മമതാ ബാനർജിയുടെ ചിറകിലേറി പോകാമെന്ന പശ്ചിമബംഗാളിന്റെ ഫലം കണ്ടു തന്നെ അറിയണം. ഇവിടങ്ങളിലെല്ലാം ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സച്ചിൻ പൈലറ്റ്, മല്ലികാർജുൻ ഖാർഗെ, DK ശിവകുമാർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്റ്റാർ നേതാക്കന്മാരെല്ലാം രേവന്ത് റെഡ്ഡിയെ പോലെ ഒന്നാം നിര, രണ്ടാം നിര സ്റ്റാർ ക്യാമ്പയിനർമാർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തും. സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള, കനയ്യകുമാറിനെ പോലെയുള്ള, KJ ജോർജിനെ പോലെയുള്ള നേതാക്കന്മാർ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചരണത്തിനെത്തും. ദേശീയ നേതാക്കന്മാർ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകോപിപ്പിക്കുന്ന 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഏപ്രിൽ മെയ് മാസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സംശയം വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ കാഹളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും പുറത്തു വരിക എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് കരസേനാ മേധാവിയുടെ ബുക്കുമായി ബന്ധപ്പെട്ടടക്കം വലിയ വിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ആയുധമാക്കി മാറ്റില്ലേ? തീർച്ചയായും ഇതെല്ലാം കോൺഗ്രസ് ആയുധമാക്കി മാറ്റും. രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു ഭരണപക്ഷം, രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അത്തരം കാര്യങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ, കാര്യം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഇനി BJP-ക്ക് അത്ര എളുപ്പമാകില്ല. അത് ഈ തെരഞ്ഞെടുപ്പോട് കൂടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-ക്ക് മനസ്സിലാകും. BJP-യെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അവർ ഭയക്കുന്നത് കൊണ്ടാണ് ഈ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ വിടാത്തത് അല്ലെങ്കിൽ അതിനനുവദിക്കാത്തതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി എത്രത്തോളം BJP-യും ദേശീയ രാഷ്ട്രീയത്തിൽ BJP-യുടെ സഖ്യകക്ഷികളും NDA-യും ഭയക്കുന്നത്? ഭയക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു അധികാരമോഹിയല്ല. ഈ പറയുന്ന പോലെ ഒരു ഏകാധിപതിയല്ല. ജനാധിപത്യത്തെ ബഹുമാനിക്കുകയും ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, രാജ്യം ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇതിനൊക്കെ അപ്പുറം വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സാധാരണക്കാരായ ആളുകളാണ്. അവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഇതെല്ലാം തന്നെയാണ് BJP രാഹുലിനെ ഭയക്കാനുള്ള കാരണവും BJP അലട്ടുന്നത്.